എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്ന സ്ഥലം മൈസൂരിലേക്കാണ്. കൊച്ചുവേളി മൈസൂർ എക്സ്പ്രസ്സിലാണ് നമ്മളിന്ന് മൈസൂരിലേക്ക് പോകുന്നത്. എറണാകുളം ജംഗ്ഷനിൽ നിന്നും 8:35 ട്രെയിൻ. നമ്മളുടെ ട്രിപ്പ് പ്ലാൻ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ 2 nights 3 days ആയിരുന്നു. അങ്ങനെ ട്രെയിൻ വന്നു. ട്രെയിൻ റൈറ്റ് ടൈമിൽ തന്നെയായിരുന്നു വന്നത്. നമ്മളങ്ങനെ ട്രെയിനിൽ കയറി. ട്രെയിനിൽ അത്യാവശ്യം എല്ലാ സീറ്റും ഫില്ലായിട്ടാണ് വന്നത്. എനിക്ക് കൊച്ചുവേളിയിൽ നിന്ന് എടുക്കുന്നതുകൊണ്ടായിരിക്കണം, ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് എനിക്ക് ആദ്യം തോന്നി. പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ പതുക്കെ കിടന്നു. ഇല്ലെങ്കിൽ കൊച്ചി ഉറക്കം ശരിയായില്ലെങ്കിൽ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് നമ്മൾ കിടന്നു. അപ്പോൾ നമ്മുടെ ചേട്ടൻ വർക്കുണ്ടായിരുന്നു പുള്ളിക്ക്. അങ്ങനെ പുള്ളി വർക്കൊക്കെ ആയിട്ട് ഇരിക്കുമായിരുന്നു. അങ്ങനെ പിറ്റേന്ന് രാവിലെയായി. നമ്മുടെ ട്രെയിൻ 11 മണിയാകും അവിടെ എത്തുമ്പോൾ. എന്നെ ഉറക്കൊക്കെ സൂപ്പറായിരുന്നു. നന്നായിട്ട് ഉറങ്ങിയായിരുന്നു. രാവിലെ ചായയൊക്കെ വന്നു. നമ്മൾ ചായയൊക്കെ മേടിച്ച് അതൊക്കെ കുടിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഫുഡ് കഴിക്കാനായിട്ടുള്ള സമയമായി. അങ്ങനെ ഫുഡ് കഴി തുടങ്ങി. ബാംഗ്ലൂർ എത്തിയപ്പോഴാണ് നമ്മൾ ഫുഡെല്ലാം മേടിച്ചത്. അപ്പോൾ നമ്മൾ മേടിച്ചത് ഇഡലിയും ചട്നിയും ആയിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഇഡലിയും ചട്നിയും ആയിരുന്നു. പുതിയ കോച്ചുകളായിരുന്നു നമ്മുടെ ഈ വണ്ടിയുടേത്. അപ്പോൾ ഞാൻ ഇവിടുത്തെ ടോയ്ലറ്റുകളും ഇതെല്ലാം കാണിച്ചു തരാം. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു കമ്പാർട്ട്മെൻ്റ് ആയിരുന്നു കേട്ടോ ഈ വണ്ടിയുടേത്. നമ്മൾ 3rd AC ആയിരുന്നു ബുക്ക് ചെയ്തിരുന്നത്. അതുകൊണ്ട് അത്യാവശ്യം നല്ല സർവീസൊക്കെ ഉണ്ടായിരുന്നു. അതുമല്ല തിരക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ സ്ലീപ്പർ ആണെങ്കിൽ ഡേ ടൈമിലൊക്കെ നമുക്ക് അത്യാവശ്യം ലോക്കൽസോ അല്ലെങ്കിൽ ആളുകൾ ഒത്തിരി പേര് നമ്മുടെ കമ്പാർട്ട്മെൻറ്റിൽ കയറി നമുക്കൊരു ഫ്രീഡം കിട്ടില്ല. അപ്പം ഈ 3rd AC ഒക്കെ ആണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കുവാനും നടക്കാനൊക്കെ ഉള്ളൊരു സൗകര്യം കാണും. ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ പ്ലാൻ എന്ന് പറയുന്നത് മൈസൂർ നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മൈസൂർ പാലസിലേക്കാണ്. മൈസൂർ പാലസ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 3 കിലോമീറ്ററും ബസ് സ്റ്റാൻഡിൽ നിന്ന് 2 കിലോമീറ്ററുമാണ് ഉള്ളത്. നമ്മളങ്ങനെ മൈസൂർ എത്താറായിട്ടുണ്ട്. നമ്മൾ എത്തുന്നതും കാത്ത് എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ട് മഹേഷ് അങ്കിൾ വന്നിട്ടുണ്ടായിരുന്നു അവിടെ. നമ്മളപ്പം വന്നു കഴിഞ്ഞ് മഹേഷ് അങ്കിൾ നമ്മളെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് സ്റ്റേഷനിൽ വന്നിരുന്നു. മഹേഷ് അങ്കിളിൻ്റെ കൂടെയാണ് നമ്മൾ പോയത് കേട്ടോ. ട്രെയിൻ റൈറ്റ് ടൈമിൽ തന്നെ എത്തിയായിരുന്നു. മഹേഷ് അങ്കിളിൻ്റെ വീടിനോടടുത്ത് ആയിട്ടാണ് നമുക്ക് സ്റ്റേ സെറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മളെ അങ്ങോട്ടാണ് ഇപ്പോൾ ആദ്യം കൂട്ടിക്കൊണ്ട് പോകുന്നത്. ബാഗൊക്കെ അവിടെ വെച്ചിട്ട് പിന്നീട് അടുത്ത ദിവസം എല്ലാം മഹേഷ് അങ്കിളിൻ്റെ വീട്ടിലേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ ഇരിക്കുന്നത്. അങ്കിള് അച്ഛൻ്റെ കൂടെ ആർമിയിൽ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ നമ്മൾ വരുമെന്ന് പറഞ്ഞപ്പോൾ എന്തായാലും ഞാൻ തന്നെ വന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നോളാം, ഞാനെല്ലാം അറേഞ്ച് ചെയ്തോളാം എന്ന് നമ്മളോട് പറയുകയായിരുന്നു. അങ്കിളിന്റെ പേരക്കുട്ടിയുമായിട്ടാണ് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് വന്നത്. അങ്ങനെ നമ്മൾക്ക് അങ്കിള് സെലക്ട് ചെയ്ത് വെച്ചിരുന്ന ഹോട്ടലിലെ റൂമിലെത്തി. മിൽട്ടൺ എന്നായിരുന്നു ഹോട്ടലിൻ്റെ പേര്. നമ്മൾ കൂടുതൽ മൈസൂരിൽ റൂംസ് ഒന്നും അന്വേഷിക്കേണ്ട, നമ്മൾ വരുന്ന സമയത്ത് തന്നെ ആളെല്ലാം വരുന്നെന്ന് പറഞ്ഞപ്പോൾ തന്നെ ആളെല്ലാം ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്കിളിൻ്റെ മോനാണ് ധ്രുവ്. അന്നും ഭയങ്കര കളിയായിരുന്നു രണ്ടുപേരും കൂടെ. ചെറിയൊരു സ്പേസ് ഉണ്ടായിരുന്നു, അവിടെ ഓടിക്കളിയായിരുന്നു.
അയ്യോ അന്നു ഉറങ്ങിയോ? അയ്യോ ഉറങ്ങി. അയ്യോ. അങ്ങനെ നമ്മൾ താമസിച്ച റൂം ഇതാണ്. അത്യാവശ്യം നീറ്റ് റൂമായിരുന്നു. ഒരു 2 പേർക്ക്, ഒരു ചെറിയ ഫാമിലിക്ക് 2 പേരോ ഒരു കുട്ടിക്കും താമസിക്കാൻ പറ്റുന്ന ടൈപ്പ് ഒരു റൂമായിരുന്നു. അതുപോലെ തന്നെ റൂമിൽ വാഷ്റൂം ആണെങ്കിലും നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. റൂം സർവീസും നല്ലതായിരുന്നു. നമ്മളിപ്പോൾ ഇവിടെ റൂം സെലക്ട് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അങ്കിളിൻ്റെ വീടിൻ്റെ നിയറസ്റ്റ് ആയിട്ടായിരുന്നു ഈ ഒരു ഹോട്ടൽ വന്നത്. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ മൈസൂർ വരാൻ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മൈസൂർ പാലസിന് നിയറസ്റ്റ് ആയിട്ട് തന്നെ ഒരുപാട് റൂംസ് കിട്ടും. അവിടെ റൂം എടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നമ്മൾ ഓൾറെഡി ടാക്സിയും എല്ലാം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് വലിയൊരു പ്രശ്നമല്ലായിരുന്നു. നമ്മളിപ്പോൾ അവിടെ സ്റ്റേ ചെയ്തതുകൊണ്ട് നമുക്ക് ടാക്സിയിൽ ട്രാവലിംഗ് ആയതുകൊണ്ട് തന്നെ നമുക്കതൊരു ഇഷ്യൂ ആയിട്ട് തോന്നിയില്ല. നിങ്ങളാരെങ്കിലും വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും നിയറർ ടു നമ്മൾ റൂമിനുള്ളിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ഒരു വ്യൂ ആണിത്. അത്യാവശ്യം സിറ്റിയിൽ തന്നെയാണ് നമ്മൾ റൂം എടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ നിറയെ ബിൽഡിങ്സ്, ഓരോ ഷോപ്പുകൾ, ഹോട്ടൽസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ കുട്ടിയായിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണ് ഫുഡിൻ്റെ കാര്യം. ഇപ്പോൾ നമ്മളുടെ ഹോട്ടലിന് തന്നെ നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു മലയാളി ഹോട്ടലുണ്ടായിരുന്നു, തലശ്ശേരി ഹോട്ടൽ എന്ന് അങ്ങനെ എന്തായിരുന്നു എനിക്ക് പേര്. അപ്പോൾ അവിടെ പോയിട്ടാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. അവിടെ നമുക്ക് നമ്മുടെ റൈസും കുട്ടിക്ക് കൊടുക്കാനുള്ള ഫുഡാണെങ്കിലും അവിടെ നിന്ന് തന്നെ നല്ല ഫുഡുകളൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളവിടെ സ്റ്റേ ചെയ്ത് ലഞ്ചും അവിടെ നിന്നായിരുന്നു, ഡിന്നറും നമ്മൾ അവിടെ നിന്ന് തന്നെ കഴിച്ചിട്ട് നമ്മൾ റെഡി ആയിട്ട് നേരെ മൈസൂർ പാലസിലേക്കാണ് ആദ്യം പോകുന്നത്. അപ്പം അങ്കിളിൻ്റെ ഫ്രണ്ട് തന്നെയാണ് ടാക്സി ഡ്രൈവറായിട്ട് വന്നത്. അപ്പോൾ ആൾ വന്നു. നമ്മൾ അവിടെ നിന്നൊരു 3:30 കഴിഞ്ഞപ്പോൾ ഇറങ്ങി ഈവനിങ്ങിൽ. നമ്മൾ താമസിച്ച ഹോട്ടലിൽ നിന്ന് മൈസൂർ പാലസിലേക്ക് ഒരു 10 മിനിറ്റ്സ് ട്രാവലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് 3:30 ആയപ്പോൾ ഇറങ്ങിയത്. ഈവനിങ്ങിൽ അവിടെ ലൈറ്റ് ഷോ ഉണ്ടെന്നിങ്ങനെ അറിഞ്ഞു. അവിടെ ലൈറ്റ് ഷോസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ടൈമിൽ ഇറങ്ങി ലൈറ്റ് ഷോയും കൂടെ കണ്ടിട്ട് മൈസൂർ പാലസിൽ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചത്. 7 മണിക്കാണ് അവിടുത്തെ ലൈറ്റ് ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ മൈസൂർ പാലസിലെ എൻട്രി ഫീ എന്ന് പറയുന്നത് ഇന്ത്യൻസ് ആണെങ്കിൽ 100 രൂപയാണ് ഒരു പേഴ്സണ് വരുന്നത്. പിന്നെ ഫോറിനേഴ്സിന് 300 രൂപയാണ്. ചിൽഡ്രൻസിനാകുമ്പോൾ 10 വയസ്സിൽ താഴെയുള്ള ആളുകൾക്കാണെങ്കിൽ ഫ്രീ ആണ്. പിന്നെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയ്ക്ക് സെപ്പറേറ്റ് നമ്മൾ 70 രൂപയുടെ ടിക്കറ്റ് എടുക്കണം. ഇപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ വിസിറ്റിംഗ് അവേഴ്സ് വരുന്നത് 10 മണി മുതൽ 5:30 വരെയാണ്. എല്ലാ ദിവസവും ഉണ്ടാവും, ഇൻക്ലൂഡിങ് ഹോളിഡേയ്സിലും വിസിറ്റേഴ്സിന് അലൗഡ് ആണ് അവിടെ. നമ്മൾ കൊട്ടാരത്തിനുള്ളിലേക്ക് കയറുമ്പോൾ നമ്മളുടെ ചെരുപ്പുകളെല്ലാം അഴിച്ചിട്ട് ഒരു കവറിനകത്തിട്ട് അവിടെ ക്ലോക്ക് റൂം പോലെ അവൈലബിൾ ആണ്. അവർ നമുക്ക് ടോക്കൺ തരും, അവിടെ നമ്മൾ കൊടുക്കണം. എന്നിട്ടാണ് നമ്മൾ പാലസിനകത്തേക്ക് കയറുന്നത്. നമ്മളങ്ങനെ ആദ്യം കൊട്ടാരത്തിന് ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ കാണുന്നത് 1300കളിൽ പണി കഴിപ്പിച്ചതായിരുന്നു ഈ കൊട്ടാരം. അന്ന് ഈ കൊട്ടാരം തടി കൊണ്ടായിരുന്നു മൊത്തം പണിഞ്ഞത്. അതിൻ്റെ ഒരു മിനിയേച്ചർ രൂപവും അതുപോലെ തന്നെ ചാമുണ്ടേശ്വരിയുടെ ഒരു പ്രതിമയും പിന്നെ അമ്പാരിയുമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ദസറ സമയത്ത് ഈ അമ്പാരിയിൽ ഇപ്പോൾ ചാമുണ്ടേശ്വരിനെ എടുത്ത് വെച്ചിട്ട് ആനപ്പുറത്ത് എഴുന്നള്ളത്ത് നടത്താറുണ്ട്. ദസറ സമയത്ത് മാത്രമാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ മുമ്പിലേക്ക് പോകുമ്പോൾ കൊട്ടാരത്തിൽ പഴയ കാലത്തുണ്ടായിരുന്ന കസേരകൾ, അങ്ങനെയുള്ള ഓരോ വസ്തുക്കളും അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മുമ്പിലേക്ക് നടന്നു നീങ്ങുമ്പോൾ കാണുന്നത് 2 സൈഡിലായിട്ട് ഒറിജിനൽ ആനയുടെ തലയാണ്. അത് കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാം. ആക്ച്വലി അത് അവിടുത്തെ രാജാവ് 2 ആന കാട്ടിലിറങ്ങിയപ്പോൾ ആനയെ കൊന്നിട്ട് അതിൻ്റെ തല വെട്ടി വെച്ചിരിക്കുന്നതാണ്. അതിപ്പോഴും അവിടെ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നന്നായിട്ട് തന്നെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഈ കാഴ്ചകൾക്ക് ശേഷം നമ്മൾ എത്തിച്ചേരുന്നത് പാലസിലെ തന്നെ ഏറ്റവും മനോഹരമായ ഒരു ഭാഗത്തേക്കാണ്. അതാണ് കല്യാണ മണ്ഡപം. രാജകുടുംബത്തിലെ ജന്മദിനാഘോഷങ്ങൾ, വിവാഹ ആഘോഷങ്ങൾ, മറ്റ് സുപ്രധാനമായ ആഘോഷങ്ങളെല്ലാം തന്നെ ഈ മണ്ഡപത്തിൽ വെച്ചാണ് നടത്തപ്പെട്ടിരുന്നത്. ഇതൊരു ഒക്ടഗണൽ ഷേപ്പിലാണ് ഈ കല്യാണ മണ്ഡപം ഉള്ളത്. കല്യാണ മണ്ഡപത്തിൻ്റെ ഉള്ളിലേക്ക് പബ്ലിക്കിന് എൻട്രി റെസ്ട്രിക്റ്റഡ് ആണ്. നമുക്ക് കൊട്ടാരത്തിനുള്ളിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്ലേസ് ആണ് ഈ കല്യാണ മണ്ഡപം. 8 വശങ്ങളോടുകൂടി ഒരു മനോഹരമായ രീതിയിൽ നിർമ്മിക്കപ്പെട്ട ഒരു ഹോളാണിത്. മൈസൂർ പാലസിലെ അതിമനോഹരമായ അടുത്തൊരു ഭാഗമാണ് ദസറ ഹോൾ. ഇവിടേക്കും പബ്ലിക്കിന് എൻട്രി ഇല്ല.
ഇപ്പോൾ നമ്മൾ കാണുന്ന ഭാഗമാണ് പബ്ലിക് ദർബാർ ഹാൾ. ഇവിടെയാണ് പൊതുചടങ്ങുകൾ, പൊതുപരിപാടികളൊക്കെ നടക്കുന്നത്. ഇവിടെയുള്ള സീലിങ്ങിലെ പെയിൻറ്റിങ്സ് ഒരു രക്ഷയില്ല. അതിമനോഹരമായ പെയിൻറ്റിങ്സ് ആണ്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൈസൂർ കൊട്ടാരത്തിലെ ഗോദയാണ്. ദസറ സമയത്ത് പ്രധാനമായും കൊട്ടാരത്തിലെ ഗോദയിൽ അരങ്ങേറിയിരുന്ന ഗുസ്തി മത്സരങ്ങളായിരുന്നു. ഇനി നമ്മൾ കാണുന്നത് പ്രൈവറ്റ് ദർബാർ ഹാളാണ്. ഒരു സ്വർണ്ണ വർണ്ണത്തിൽ കുളിച്ചു നിൽക്കുന്ന ഒരു സ്ഥലമാണിത്. രാജാവ് തൻ്റെ മന്ത്രിമാരായും അതുപോലെ തന്നെ വിശിഷ്ട വ്യക്തികളുമായും മീറ്റിങ്ങുകൾ നടത്തിയിരുന്നത് ഈ ഹാളിൽ വെച്ചാണ്. ഹിന്ദു, ഇസ്ലാം, രജപുത്ര, ഗോത്തിക് വാസ്തുവിദ്യകളുടെ സങ്കര രൂപമായ ഇൻഡോ സാസനിക് ശൈലിയിലാണ് ഈ കൊട്ടാരം നിർമ്മിച്ചിരിക്കുന്നത്. 1897 നിർമ്മാണം ആരംഭിച്ച് 1912 ഇത് പൂർത്തിയായത്. മൈസൂർ കൊട്ടാരത്തിൻ്റെ അകത്തെ പ്രധാന സവിശേഷതകൾ എന്താണെന്ന് വെച്ചാൽ ദർബാർ ഹാള്, കല്യാണ മണ്ഡപം, പിന്നെ ചിത്രപ്പണികൾ, സ്വർണത്തിൻ്റെ സിംഹാസനം, ക്ഷേത്രങ്ങൾ, മ്യൂസിയം, ഇതൊക്കെയാണ് മെയിനായിട്ട് കൊട്ടാരത്തിനുള്ളിലുള്ളത്. ഇവിടെ കാണുന്ന ഈ നെറ്റിപ്പട്ടങ്ങൾ ദസറ സമയത്ത് ആനയെ എഴുന്നള്ളിക്കുമ്പോൾ ആനയ്ക്ക് വെക്കുന്നവയാണ്. അങ്ങനെ നമ്മൾ കൊട്ടാരത്തിനുള്ളിലെ കാഴ്ചകളൊക്കെ കണ്ട് പുറത്തേക്ക് ഇറങ്ങി. പുറത്ത് നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് ഗ്രൗണ്ടിൽ തന്നെ 1-2 അമ്പലങ്ങൾ കാണാൻ പറ്റും. പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയത് ലൈറ്റ് ഷോ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ലൈറ്റ് ഷോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയത് പുറത്തേക്ക്. അങ്ങനെ നമ്മൾ പാലസിൻ്റെ ഫ്രണ്ടിൽ എത്തുമ്പോൾ തന്നെ അവിടെ ഒരുപാട് ആളുകൾ ഇങ്ങനെ ഫോട്ടോഗ്രാഫി ചെയ്യുന്നവരുണ്ട്. നമുക്ക് ഫോട്ടോസ് എടുത്തിട്ട് പ്രിൻ്റ് ചെയ്തിട്ട് തരും. പിന്നെ നല്ല പ്ലസൻറ്റ് ക്ലൈമറ്റ് ആയിരുന്നു. നമ്മൾ ചെന്ന സമയം ഈവനിങ് ആയിരുന്നു. അങ്ങനെ ചൂടോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല കാറ്റും ഉണ്ടായിരുന്നു. മൈസൂർ വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഒക്ടോബർ ടു മാർച്ച് ആണ്. അതുപോലെ തന്നെ പാലസിലെ ലൈറ്റ് ഷോ കാണാനായിട്ട് നിങ്ങൾ വരുന്നതാണെങ്കിൽ വീക്കെൻഡ്സ് അല്ലെങ്കിൽ പബ്ലിക് ഹോളിഡേയ്സിൽ മാത്രം വരണം. അങ്ങനെ വന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ലൈറ്റ് ഷോ കാണാൻ പറ്റത്തുള്ളൂ. മൈസൂർ പാലസിന് പ്രധാനമായും 5 പ്രവേശന കവാടങ്ങളാണുള്ളത്. മെയിൻ എൻട്രൻസിലൂടെ പബ്ലിക്കിന് പ്രവേശനമില്ല. കൊട്ടാരത്തിലേക്കുള്ള പ്രവേശനത്തിനുള്ള ഫീസ് 100 രൂപയാണ് വരുന്നത്. ഏകദേശം 72 ഏക്കറിലാണ് ഈ കൊട്ടാരം പരന്നു കിടക്കുന്നത്. ഏകദേശം 50 ലക്ഷത്തിലധികം ആളുകളാണ് ഒരു വർഷം ഈ കൊട്ടാരം സന്ദർശിക്കുന്നത്. താജ്മഹലിന് ശേഷം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന ചരിത്ര സ്മാരകവുമാണ് മൈസൂർ പാലസ്. അങ്ങനെ എല്ലാവരും പ്രതീക്ഷയോട് കാത്തിരുന്ന ആ ഒരു ലൈറ്റിംഗ് വന്നിരിക്കുകയാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അതുപോലെ തന്നെ നല്ല ജനത്തിരക്കും ഉണ്ടായിരുന്നു. നമുക്കിവിടെ ഫ്രണ്ടിൽ കാണാം ധാരാളം ആളുകൾ ഇത് കാണുവാനായിട്ട് മാത്രം വെയിറ്റ് ചെയ്തിരിക്കുക. നമ്മൾ വന്ന സമയത്ത് ഇത്രയും ആളുകളൊന്നും അവിടെ ഇല്ലായിരുന്നു. ഒരു സന്ധ്യയോട് കൂടിയാണ് ആൾ വന്ന് ഇത്ര തിരക്കായി മാറിയത്. ഇപ്പം നമുക്ക് അവിടെ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ തിരക്ക് കാണാം. അതുപോലെ ആ മതിലുകളും ആർച്ചുകളും എല്ലാം അലങ്കരിച്ചിരിക്കുന്നത് കാണാം. ഇതിനകത്ത് തന്നെ ഒരു അമ്പലമുണ്ട്. ആ അമ്പലം ഇതുപോലെ തന്നെ നല്ല ലൈറ്റിങ്ങിലാണ് ചെയ്തിരിക്കുന്നത്. 7:45 വരെയാണ് ലൈറ്റ് ഷോയുടെ ടൈമിംഗ് വരുന്നത്. ഇതിൽ ലൈറ്റായിട്ട് വരുന്നത് പഴയകാലത്തെ ഫിലമെൻറ്റ് ബൾബുകളാണ്, അല്ലാതെ LED ബൾബുകളൊന്നുമല്ല. പിന്നെ എല്ലാ ഡേയിലും ഇപ്പോൾ നമ്മൾ കണ്ട ഈ ലൈറ്റ് ഷോ എന്ന് പറയുന്നത് 1 ലക്ഷം ലൈറ്റ്സ് ആണ് അവിടെ ഒരുമിച്ച് തെളിയുന്നത്. എല്ലാ ഡേയിലും ഈ ഒരു ഷോ ഉണ്ടാകത്തില്ല. സ്പെഷ്യൽ ഡേയ്സിൽ അല്ലെങ്കിൽ സൺഡേയ്സിലാണ്, വീക്കെൻഡ്സിലുമാണ് ഈ ലൈറ്റ് ഷോ കാണാൻ പറ്റുന്നത്. അല്ലാത്ത ദിവസങ്ങളിൽ കുറച്ച് ബൾബുകൾ വെച്ചിട്ടുള്ള ലൈറ്റ് ഷോ ആയിരിക്കും ഉണ്ടാവുന്നത്. ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ എന്നാണ് അതിന് പറയുന്നത്. നമ്മളങ്ങനെ അവിടുന്ന് ഇറങ്ങി കേട്ടോ. ലൈറ്റ് ഷോ തീരുന്നിടം വരെ വെയിറ്റ് ചെയ്തിരുന്നില്ല. ലൈറ്റ് ഷോ തീരാനായിട്ട് 7:45 വരെ ടൈം എടുക്കും. നമ്മളപ്പോൾ 7:30 ആയപ്പോൾ തന്നെ അവിടുന്ന് ഇറങ്ങി ചാമുണ്ഡി ഹിൽസിലോട്ടാണ് പോയത്. അപ്പോൾ അവിടെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് അവിടുന്ന് കുറച്ച് ദൂരം നടക്കാനുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ നടന്നു പോകുമായിരുന്നു. അപ്പോൾ നടക്കുന്ന വഴിയിൽ മുഴുവൻ ഇതുപോലെ 2 സൈഡിലും കടകളും മറ്റ് സാധനങ്ങളൊക്കെ ആയിട്ട് വിൽക്കാനായിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അതിങ്ങനെ ഒത്തിരി അത്യാവശ്യം നല്ല ദൂരം നമുക്ക് നടക്കാനുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തിയിരിക്കുകയാണ്. നമ്മളന്ന് വന്നപ്പോൾ ഇവിടെ ശബരിമലയ്ക്ക് പോകുന്ന ആൾക്കാരുടെ ഒരു തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് കൊച്ചുമായിട്ട് അവിടെ ക്യൂ നിൽക്കാനായിട്ടൊക്കെ ഉള്ള ബുദ്ധിമുട്ടുണ്ട്. അകത്തോട്ട് അങ്ങനെ കയറിയില്ല. സമയം ഒത്തിരി ലേറ്റായി. അതുകൊണ്ട് നമ്മൾ അധിക നേരം അവിടെ സ്പെൻഡ് ചെയ്യാൻ നിന്നില്ല. ആ ചുറ്റുവട്ടമൊക്കെ നടന്നിട്ട് നമ്മൾ പതുക്കെ തിരിച്ചു പോകുമായിരുന്നു. ചാമുണ്ഡി ഹിൽസിലേക്ക് പോകുന്ന വഴി നമുക്ക് റോഡിൽ നിന്നും പാലസിൻ്റെ ഈ ഒരു വ്യൂ കാണാൻ പറ്റും.
അങ്ങനെ നമ്മൾ ചാമുണ്ഡി ഹിൽസ് നിന്ന് തിരിച്ച് റൂമിലേക്ക് പോകുന്ന വഴി ഡ്രൈവറിനോട് പറഞ്ഞ അനുസരിച്ച് ഒരു മൈസൂർ പാക്ക് ഉണ്ടാക്കുന്ന ഷോപ്പിലേക്ക് നമ്മളെ കൊണ്ടുപോയി. അതാണ് അവിടുത്തെ ആ ഏരിയയിൽ വെച്ചിട്ട് ഏറ്റവും നന്നായിട്ട് മൈസൂർ പാക്ക് ചെയ്യുന്ന ഷോപ്പ് എന്ന് പറഞ്ഞിട്ടാണ് ആൾ കൊണ്ടുപോയത്. നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ തന്നെ അറിയാം, അത്യാവശ്യം വലിയൊരു ഷോപ്പാണ്. അങ്ങനെ നമ്മൾ ഷോപ്പിനുള്ളിലേക്ക് കയറി. അവിടെ തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. സ്വീറ്റാണ്, എല്ലാ ഐറ്റംസും സ്വീറ്റാണ്. നമ്മൾ കയറി നോക്കുമ്പോൾ തന്നെ അറിയാം, കുറേ ഐറ്റംസിൻ്റെ പേരും അതുപോലെ തന്നെ അതിൻ്റെ പ്രൈസും എഴുതി വെച്ചിരിക്കുന്നത് കാണാം. അവിടുന്ന് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ പാഴ്സൽ വാങ്ങി. അതുപോലെ തന്നെ ഈ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന എല്ലാ സാധനങ്ങളും പ്രിപ്പയർ ചെയ്യുന്നത് ഇവരുടെ ഈ കിച്ചണിൽ തന്നെയാണ്. നമുക്കത് അതിലേക്കൊന്ന് കണ്ടിട്ട് വരാം. നമ്മൾ ഈ ഷോപ്പിൽ വന്ന സമയം അവരുടെ ക്ലോസിങ് ടൈം ആയിരുന്നു. അപ്പോൾ അവിടെ പ്രിപ്പയർ ചെയ്യുന്ന സ്ഥലത്ത് അവരെല്ലാം ക്ലീനിങ് പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് നമുക്ക് കൂടുതലും ഇതിൻ്റെ പ്രിപ്പറേഷൻസ് ഒന്നും വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. പിന്നെ ഈ സ്വീറ്റ്സ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്ന മെഷീനറീസ് എല്ലാം അവിടെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ അവരുടെ ഇൻറ്റീരിയർ സ്പേസ് ആണെങ്കിലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. സ്വീറ്റ്സ് ഒക്കെ വാങ്ങിച്ച് നമ്മൾ അവിടെ നിന്ന് പതുക്കെ ഇറങ്ങി. അത് നമ്മുടെ മൈസൂർ ട്രിപ്പിൻ്റെ ആദ്യത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൻ്റെ ബാലൻസ് വീഡിയോ അടുത്ത ദിവസം തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ.